ലിങ്ക്ഡിനെ പറ്റി എല്ലാവരും വെറുതെ പൊക്കി പറയുക, ഇത് വെറും തട്ടിപ്പാണ്, ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ചാനലിലെ വീഡിയോസിൽ ഒരുപാട് കമൻസ് വരാറുണ്ട് ഇതേ പോയിന്റിൽ. ലൈക്ക് ഒരു ഓഫർ വന്നു, അത് ഫേക്ക് ആണോ, ഇന്റർവ്യൂവിന് പോകാൻ പേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യം വരുന്നത് ലിങ്ക്ഡിനിൽ ഫേക്ക് ആയിട്ടുള്ള ജോബ് ഓഫേഴ്സ് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. പ്ലാറ്റ്ഫോം ഏതുമായിക്കോട്ടെ, നമുക്ക് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. ആൾക്കാർ ഫേക്ക് ആയിട്ടുള്ള ഓഫേഴ്സും കൊണ്ട് വരും, സ്കാമേഴ്സ് ഉണ്ടാവും, പൈസ തട്ടിക്കാൻ നടക്കുന്നവരൊക്കെ ഉണ്ടാവും. നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. കാരണം അവിടെ ഫേക്ക് ആയിട്ടുള്ളത് സ്കാമേഴ്സ് മാത്രമല്ല, ഒറിജിനലായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ലിങ്ക്ഡിൻ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മാത്രം ജോലി കിട്ടുന്നൊരു സിനാരിയോ അല്ല. നല്ലൊരു പ്രൊഫൈൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പ്രോപ്പർലി അപ്ഡേറ്റഡ് ആണെങ്കിൽ, ജോലിക്ക് ആൾക്കാരെ ആവശ്യമുള്ള എംപ്ലോയീസ്, റിക്രൂട്ടേഴ്സ് എന്നിവരൊക്കെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് ജോലിക്ക് താല്പര്യമുണ്ടോ, ജോബ് ഇപ്പോൾ നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലാണ് ലിങ്ക്ഡിൻ ഇപ്പോൾ പോകുന്നത്. സോ അങ്ങനെ വരുന്ന എല്ലാ മെസ്സേജസും ഫേക്ക് അല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് വന്നാൽ, ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ വാലിഡേറ്റ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു ഓഫർ ലെറ്റർ പോലെ നിങ്ങൾക്ക് കൈ കിട്ടുകയാണ്. നിങ്ങൾ ഇന്ന ദിവസം ജോയിൻ ചെയ്തോളൂ, ഇന്നതാണ് നിങ്ങളുടെ പൊസിഷൻ, ഇത്ര രൂപ ശമ്പളം എന്നൊക്കെ പറഞ്ഞ്. സോ ഒരു ഇൻ്റർവ്യൂ പോലും നടത്താണ്ട് ഒരു സ്ഥാപനവും നിങ്ങൾക്കൊരു ജോബ് ഓഫർ തരില്ല. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നിങ്ങൾക്കത് ബ്ലോക്ക് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുകയാണെങ്കിലും ജനറൽ ആയിട്ടുള്ള മെസ്സേജ് ആണെങ്കിൽ, അതായത് ഡിയർ കാൻഡിഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ജനറൽ ടെംപ്ലേറ്റിലാണെന്നുണ്ടെങ്കിൽ അതും ഫേക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇൻസ്റ്റെഡ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടുകയാണ് വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട്, നിങ്ങളുടെ പേരൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ജോബ് നോക്കാൻ താല്പര്യമുണ്ടോ, ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ടൊരു ജെന്യുവൻ കമ്മ്യൂണിക്കേഷനായിട്ട് കസ്റ്റമൈസ്ഡ് മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂഷ്വലി വിശ്വസിക്കാവുന്ന ഒരു സൈനാണ്. അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അടുത്ത ലെവലായിരിക്കും ഇൻ്റർവ്യൂവിലേക്ക് പോകാൻ പറ്റുക. അതിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനുള്ള റിപ്ലൈ ആണെങ്കിലും അപ്ലൈ ചെയ്യാത്തതിന് വരുന്നൊരു മെസ്സേജിലാണെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള നമ്മളുടെ ഡീറ്റെയിൽസും അവരുടെ ഡീറ്റെയിൽസും ഒക്കെ അതിനകത്ത് കസ്റ്റമൈസ്ഡ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കും. അത് ഒരു പോയിൻ്റാണ്. രണ്ടാമത്തെ കാര്യം, നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എക്സൈറ്റിംഗ് ഓഫേഴ്സ്, അത് പലപ്പോഴും ഓഫർ ലെറ്ററിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള രൂപത്തിലൊക്കെ വരും. അതിനകത്ത് അവർ മെൻഷൻ ചെയ്യുന്നത് നമുക്കൊരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ളൊരു സാലറി റേഞ്ചും ഒരുപാട് ഓഫേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ അതിനെപ്പറ്റി ഒന്ന് നമ്മൾ വറീഡ് ആവേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വലിയൊരു ഓഫർ കാണുമ്പോൾ നഷ്ടപ്പെടുത്തി കളയണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ചാടി വീഴും. അതൊരു ചലഞ്ച് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ല എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനികളാണ് പൊതുവേ നല്ല പേയ്മെൻറ്റ് തരുന്നത്. അങ്ങനെയുള്ളവർക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഹയറിംഗ് പ്രാക്ടീസസും ഉണ്ടാവും. നിങ്ങൾക്കൊരു ഇമെയിലിൽ കിട്ടുകയാണെങ്കിൽ, ലിങ്ക്ഡിൻ വഴിയാണെങ്കിലും അല്ലെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഇമെയിലായിട്ടൊരു ഓഫർ ലെറ്ററോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കോൾ ലെറ്റർ കിട്ടുകയാണെങ്കിൽ ആദ്യം ആ മെയിൽ ഐ ഡി പരിശോധിക്കുക. ഉദാഹരണത്തിന് ഞാൻ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അയക്കുന്ന മെയിൽ എൻ്റെ ബിസിനസ് അക്കൗണ്ടിൽ നിന്നായിരിക്കും, എൻ്റെ ഒരു ഒഫീഷ്യൽ ഐ ഡിയിൽ നിന്നായിരിക്കും. സോ അത് ananthu@evolversproject.com എന്നുള്ളതാണ്. സോ അതിന് പകരം ananthu@evolvers@gmail.com എന്നാണെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കപ്പോൾ ചെയ്യാവുന്നത് ഇവോൾവേഴ്സ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ യൂഷ്വലി ഒരു മെയിൽ ഐ ഡിയും അതിനോടനുബന്ധിച്ച് ഉണ്ടാവാറുണ്ട്. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ ananthu@evolversproject.com എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് evolversproject.com എന്നുള്ള വെബ്സൈറ്റ് എടുത്ത് നോക്കാനായിട്ട് സാധിക്കും. അതിലെന്താണുള്ളത്, ഇത് ജെന്യുവൻ ആണോ എന്നൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തന്നെയല്ല, കമ്പനിയുടെ ഡൊമെയിൻ അതല്ലെങ്കിൽ ഈവൻ ജിമെയിൽ, ഹോട്ട്മെയിൽ പോലും അല്ലാണ്ട് വളരെ ഫേക്ക് ആയിട്ടുള്ള പല ഡൊമെയിൻസും ഇമെയിൽ ഐ ഡീസിൽ ഉണ്ടാവാറുണ്ട്. അതും നമുക്ക് വലിയ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് തന്നെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. കമ്പനിയെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽസിൽ തരാത്തതും അവരുടെ ലിങ്ക്ഡിൻ പേജിലെ പ്രൊഫൈലിലൊന്നും കാണുന്നില്ലെങ്കിലും അതും നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള സൈനാണ്. ഇനി നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആവശ്യപ്പെടുകയാണ്. ഇറ്റ് ക്യാൻ ബി ബാങ്ക് അക്കൗണ്ടുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ആധാർ കാർഡ് പോലുള്ള ഡീറ്റെയിൽസ് ആയിരിക്കാം, അതിൻ്റെ കോപ്പി അയക്കാൻ പറയുന്നതായിരിക്കാം. പണം ആവശ്യപ്പെടുകയാണ്, ഒരു കൺസൾട്ടൻസിയാണ്, അപ്പം നിങ്ങളുടെ ഇനീഷ്യലി ചാർജസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കതും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സൈനായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ പണമോ ആദ്യം അപ്ഫ്രണ്ട് ആയിട്ടൊന്ന് കൊടുക്കാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. പിന്നെ പൊതുവേ സ്കാമേഴ്സിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്, പെട്ടെന്ന് റഷായിട്ട് പെട്ടെന്ന് നമ്മളെ കൊണ്ട് ഡിസിഷൻസ് എടുപ്പിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കും. ഇന്ന് വൈകിട്ട് 6 മണിക്കുള്ളിൽ തന്നെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ പറയും. നമ്മുടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത ഒരു കുട്ടി, എനിക്കൊന്ന് ഇനിഷ്യൽ ബാച്ചസിൽ നിന്നൊരാൾ ഇതുപോലെ തന്നെ അവർക്കൊരു കോൾ വരികയും ഇപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട്, സോ ഇന്ന് 5 മണിക്ക് മുമ്പ് തന്നെ ഇഫ് യു ക്യാൻ മേക്ക് ദിസ് പേയ്മെൻറ്റ് ആൻഡ് അറ്റൻഡ് ദ ഇൻ്റർവ്യൂ, നമുക്കത് പബ്ലിഷ് ചെയ്യാനായിട്ട്, അത് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇമ്മീഡിയറ്റ്ലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടിന്യൂസ്ലി കോൾസ് വരുന്നത്. ഇത് നമ്മൾക്ക് മറ്റൊരാളുടെ അടുത്തൊരു ഒപ്പീനിയൻ എടുക്കാനോ ഇതിനെപ്പറ്റി പരിശോധിക്കാനോ ഒരു സമയം തരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ നമ്പറാണ്. സോ അങ്ങനെ റഷ് പിടിക്കുന്നതും ഒരു വലിയ ഡ്രോബാക്ക്
ഡ്രോബാക്ക് തന്നെയാണ്. അതിന് നമുക്ക് നെഗറ്റീവായിട്ട് കാണാം. ഇനി ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഓഫർ ലെറ്റർ തരുമ്പോഴായിക്കോട്ടെ, ഒരു ഇൻ്റർവ്യൂ കോൾ ലെറ്റർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് നമ്മളുടെ ഒരു എക്സിസ്റ്റിംഗ് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ സ്കിൽസോ ഒന്നായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ വിസ്തരിച്ചെഴുതി നല്ലൊരു ഓഫറും തരികയാണെന്നുണ്ടെങ്കിൽ അതും കൺസേൺഡ് ആയിരിക്കുക. കാരണം ഇത് നമ്മളുടെ ഒരു ഭാഗ്യമാണല്ലോ, നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സംഗതിയാണല്ലോ എന്നല്ല വിചാരിക്കേണ്ടത്. എന്തുകൊണ്ട് നമ്മളെ അവരിതിലെടുക്കുന്നു, ഇതിന് നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല അല്ലെങ്കിൽ സ്കിൽസ് ഇല്ല, പിന്നെ എന്തിനാണ് അവർ ഇത്രയും ശമ്പളം നമ്മൾ എടുക്കുന്നത് എന്ന രീതി തന്നെ ചിന്തിക്കുക. അതൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ്. പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബേസിക് അബദ്ധം ഇവർ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പ് ചാറ്റ് വഴി ഇൻ്റർവ്യൂ നടത്താനായിട്ടൊക്കെ ഇവരെ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ വാട്സാപ്പ് വീഡിയോ കോൾ വഴിയൊക്കെ. ഒരു ജെന്യൂൻ കമ്പനി ആണെങ്കിൽ പോലും വാട്സാപ്പ് വീഡിയോ കോൾ വഴിയൊക്കെ ഇൻ്റർവ്യൂ നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ഓൾവേസ് സേ നോ. നിങ്ങൾക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ ആണെങ്കിൽ ഗൂഗിൾ മീറ്റ്, സൂം പോലുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നതൊക്കെയാണ് നല്ലത്. സോ എപ്പോഴും ചാറ്റിലും വാട്സാപ്പ് വീഡിയോ കോളിലും ഒക്കെ ഇൻ്റർവ്യൂ എന്നും പറഞ്ഞിട്ട് ഇവർ വിളിക്കുന്നതൊക്കെ എപ്പോഴും തട്ടിപ്പാണ്. യു ക്യാൻ ഇമ്മീഡിയറ്റ്ലി ബ്ലോക്ക് ദം. ഓക്കെ, സോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ജനറലി നമുക്ക് നോട്ടീസ് ചെയ്ത് ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ. ഇനി ഒരു ക്രെഡിബിലിറ്റി നമുക്ക് എങ്ങനെ പരിശോധിക്കാം എന്നുകൂടി ഒന്ന് മെൻഷൻ ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ഒരു ഓഫർ വരുന്നു, അല്ലെങ്കിൽ ഒരു ജോബിൻ്റെ എൻക്വയറി വരുന്നു, ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് വരുന്നു, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇവർ ക്രെഡിബിൾ ആണോ, നല്ലൊരു സ്ഥാപനമാണോ, ജെന്യൂൻ ആണോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുന്ന കൂടി ഞാൻ പറയാം.